ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നല്ല നാടൻ കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണത്തെ പോലെ അപ്പവും കറിയൊന്നും അല്ല കേട്ടോ. ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണ്. അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾ കഴിക്കും, ഇഷ്ടം കേട് കാട്ടൂല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊന്നും പിന്നെ ആർക്കും അറിയാത്ത കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമൊന്നുമില്ല. ഇതിലേക്ക് പാലിട്ട ചായയും പപ്പടും അല്ലെങ്കിൽ ഒരു അച്ചാറോ അതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ മൈസൂർ ചീര ഉണ്ടല്ലോ, അത് പറിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇതാണ് കറി വെക്കണത്. അപ്പോൾ ഇത് പരിപ്പിട്ട് കറി വെക്കണതാണ് കേട്ടോ ഈ ഒരു ചീരക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് പരിപ്പ് നല്ലോണം കഴുകി, ഒരു തക്കാളിയും ഒരു പച്ചമുളകും കഴുകിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലിനൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ കറിക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കുകയാണ്. ഒരു അരമുറി തേങ്ങ ചിരകിയതും കുറച്ച് ചുമന്നുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും പച്ചമുളക് നിങ്ങൾ എരിവിന് എടുക്കുക. ഈ കറിക്ക് പച്ചമുളക് ഇതിൻ്റെ കൂടെ അരക്കണതാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ചീരയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കറീൻ്റെ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചത്. നല്ല ഇളയ ഇലയാണ്, കറിക്കും തോരനൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ ചോറും കറിക്ക് വേണ്ടതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് വന്നിട്ടാണ് കേട്ടോ മീനൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പൂച്ചപ്പാത്തുമൊക്കെ വന്നിട്ടുണ്ട്. അവൾ മീൻ്റെ മണം കേട്ടാൽ പിന്നെ അവിടെ എത്തും. നമുക്ക് വേവിച്ചതൊന്നുമല്ല കേട്ടോ, പച്ചക്ക് മീൻ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മീൻ മസാല പുരട്ടിയൊക്കെ വെക്കുകയാണ്. ഇന്ന് തളേനാണ് കേട്ടോ മീൻ, തളേനും വത്തളുമാണ്. അപ്പോൾ അതൊക്കെ അതിക്ക് ഞാൻ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് എടുത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല. പിന്നെ കറിവേപ്പും ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചിട്ടും ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ മീൻ മസാല പുരട്ടി വെക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മളെ കറിക്ക് വെച്ച കൂട്ടൊക്കെ വെന്തീനു. അപ്പോൾ അതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുത്തു, ഉപ്പും മുളകൊക്കെ പാകം നോക്കിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കറിക്ക് നമ്മൾ പരിപ്പിട്ട് വെക്കണോണ്ട് തന്നെ ചീരമുളക് ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ തേങ്ങയൊക്കെ പാർന്ന് തിളച്ചു. അപ്പോൾ ആ ഒരു ചട്ടിക്ക് തന്നെ ഞാൻ തിളച്ചതിന് ശേഷം പിന്നെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഞാൻ ഇതൊന്ന് കടുക് വറുത്തും കൂടെ ഇടണം കറിക്ക്. അപ്പോൾ അതിന് ശേഷം പിന്നെ ആ ചട്ടിക്ക് തന്നെ ഞാൻ മീനും പൊരിക്കാൻ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചോറ് വാർത്ത് വെക്കുന്നുണ്ട്, പപ്പടം പൊരിച്ചിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇന്ന് ഉപ്പേരി ഒന്നുമില്ല. അങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ എനിക്ക് ഉപ്പേരിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മളെ ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് കഴിക്കാനിരിക്കാൻ കേട്ടോ. ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് വീഡിയോ വീണ്ടും ചെയ്യാനുള്ളൊരു പ്രചോദനം തന്നെ. അപ്പോൾ അതിന് നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ കമൻ്റായിട്ട് ഒരു ഇമോജിയെങ്കിലും ഇടാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത് നല്ലൊരു ഉഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും.